ഇത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഈ ശ്രമം തുടരുന്നു എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് അടിച്ചു തകർക്കുന്ന ഒരു ശ്രമം, അത് വളരെ സമയമെടുക്കുന്ന ശ്രമമാണ്. കുറെ സമയമെടുത്തിട്ട് പോലും ചെറിയൊരു ഭാഗം മാത്രമാണ് അവർക്ക് നീക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പ്രത്യേകിച്ച് നമുക്കറിയാം കോൺക്രീറ്റിനുള്ളിൽ ഇരുമ്പ് കമ്പികൾ ഉണ്ടാകും. ആ കമ്പികൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിന് ഉപകരണം കൂടിയേ തീരുകയുള്ളൂ. ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇവർക്ക് സാധ്യമാവുക ഈ ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് തകർത്ത ശേഷം ആ ഇരുമ്പ് കമ്പി നേരത്തെ ഇവർ ചെയ്ത പോലെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോൺക്രീറ്റ് മാറ്റിയാൽ മാത്രമേ അതിനകത്തുള്ള ആളുകൾ, പ്രിയപ്പെട്ട ആളുകൾ 5 പേര് അതിനകത്തുണ്ട് എന്ന് നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവരെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് ഇപ്പോൾ നടക്കുന്നത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചെറിയൊരു ഭാഗം മാത്രമേ ഇതുവരെ കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയും പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ചാറ്റൽ മഴയാണ് വരുന്നത്. അത് പിന്നീട് മാറുകയും ചെയ്യുന്നത്. ശക്തമായ മഴ പെയ്യാതിരിക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. ഇതിനകത്ത് ഇടയിൽ ശക്തമായ മഴ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് സാഹചര്യത്തെ കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യും. ഏതായാലും ഈ പ്രതിസന്ധികളൊക്കെ പലതും അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ഇവിടെയുള്ളത്. മനുഷ്യരിവിടെയുണ്ട്. രക്ഷാപ്രവർത്തകരും സേനാംഗങ്ങളും ഒക്കെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ പ്രാഥമികമായ ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ആധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ നമ്മുടെ പരാതി നിരന്തരമായി ഇവർ ഉന്നയിച്ചതുകൊണ്ടാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ആധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ നമ്മുടെ പരാതി നിരന്തരമായി ഇവർ ഉന്നയിച്ചതുകൊണ്ടായിരിക്കാം ആളുകൾ കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സൗകര്യം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പാക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അത്രയും ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ആളുകൾക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മൾക്ക് തന്നെ ഇവിടെ വളരെ ആയാസകരമാണ്. കുടിവെള്ളത്തിന് ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട്. അതിനിടെ കായികാധ്വാനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് കുടിവെള്ളം പോലും മണിക്കൂറുകളായി 4 മണിക്കൂറിലധികമായി ഇവർ ജോലി ചെയ്യുന്നു. കുടിവെള്ളം പോലും ഇതുവരെ കിട്ടിയിരുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. അത് നമ്മൾ പലപ്പോഴായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ കുടിവെള്ളം ഒരു കേസ് 1-2 കേസ് കുടിവെള്ളം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലുണ്ട്. അത് വെള്ളം കുടിക്കുന്നുണ്ട്. അത് അത്രയും ആശ്വാസം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അത് വാർത്ത നൽകി അല്ലെങ്കിൽ അതിന് വേണ്ടി ആ കുടിവെള്ളമില്ല എന്ന് പോലും വാർത്ത നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ളത് വളരെ മോശം തന്നെയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് അത് അത്ര ശുഭകരമായ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കുടിവെള്ളം എത്തിയിട്ടുണ്ട്. അത്രയും ആശ്വാസം. പക്ഷേ അവർക്ക് കൂടുതൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇനി ആവശ്യമുണ്ട്. മഴ കൂടുതൽ ശക്തി, ചെറിയ തോതിൽ ചാറ്റൽ മഴയായിരുന്നു. അത് ചെറിയ തോതിൽ നേരിയ തോതിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ആ പ്രതിസന്ധി മഴ ശക്തമാവുകയാണെങ്കിൽ അതിനിടയിൽ ഇവർക്ക് രക്ഷാപ്രവർത്തകർക്ക് എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതൊരു വെല്ലുവിളിയാണ്. നിലവിൽ തന്നെ വലിയ വലിയ പരിമിതികൾ നേരിടുന്ന അവർ മഴ കൂടി വരികയാണെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതായാലും നിരവധി വീടുകളാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ മാത്രമാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 5 പേർ കുടുങ്ങിയ വീട്ടിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വീടുകൾ തൊട്ടടുത്തായി പൂർണ്ണമായി ഒലിച്ചു പോയതുണ്ട്. അത് നമുക്ക് അതിന്റെ സൂചന പോലും, അതിനൊരു ശേഷിപ്പ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഭാഗികമായി തകർന്ന വീടുകൾക്കുള്ളിലാണ് മനുഷ്യരുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് 5 പേരുള്ള ഒരു വീട് കണ്ടെത്തിയത്, പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ നിരവധി വീടുകൾ, ഇതുപോലെ തകർന്ന വീടുകളുണ്ട്. അതിനിടയിലോ മനുഷ്യർ ജീവനോടെയോ അല്ലാതെയോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ആ അന്വേഷണവും പരിശോധനയും ഒക്കെ വേഗത്തിലാക്കണമെങ്കിൽ അതിന് നമ്മൾ നേരത്തെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും ആവശ്യമായിട്ട് വരും.